Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾ ആനയുടെ അക്രമത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പരിക്കേറ്റ ദമ്പതികൾ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങൊരുങ്ങുന്നു. പെരുങ്കളിയാട്ട മഹോത്സവം സുവനീർ വില്ലകം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പ്രകാശനം ചെയ്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 6 ലിഫ്റ്റുകൾ ഉള്ളതിൽ പ്രവർത്തിക്കുന്നത് 1 ലിഫ്റ്റ് മാത്രം. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്കെതിരെ സംയുക്ത ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു. ഷേണായി സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമം. സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾ ആനയുടെ അക്രമത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ദമ്പതികൾ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ദമ്പതികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആറളം ഫാം 13-ാം ബ്ലോക്കിലെ താമസക്കാരായ പുതുശ്ശേരി അമ്പിളി, ഭർത്താവ് ഷിജു എന്നിവരെ കോട്ടപ്പാറയ്ക്ക് സമീപത്തു നിന്നുമാണ് ആന ആക്രമിച്ചത്. രാവിലെ ഇരുചക്ര വാഹനത്തിൽ ഇവർ ജോലിക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. അമ്പിളിക്ക് കാലിനും താടിയെല്ലിനും കൈമുട്ടിനും പരിക്കുപറ്റി. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പരിക്കേറ്റ ഷിജു പറഞ്ഞു. പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം സ്കൂൾ വണ്ടിക്ക് തന്നെ ഡ്രൈവറെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെന്ന് പറഞ്ഞ പകല് ഒരു 2 മണി സമയത്ത് നട്ടുച്ചയ്ക്ക്. ഇപ്പം നമ്മളെല്ലാം പണിക്ക് പോയിട്ട് വരുന്നത് കള്ളന്മാരെന്തോ കട്ടിട്ട് വരുന്ന പോലെ വരുന്നു. അവിടെയുണ്ട് നോക്കിയിട്ട് ഒളിഞ്ഞും പാത്തും നോക്കിയിട്ടാണ് നമ്മളെല്ലാം വരുന്നത് തന്നെ. കൊണ്ടുവന്നത് ഞാൻ തന്നെ ഇവിടെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി തോർത്ത് കൂട്ടി കെട്ടുപോയത്. കൊണ്ടുവന്നത് എൻ്റെ തറവാടുണ്ട് 7-ാം ബ്ലോക്കിൽ. അവരെ വണ്ടി വിളിച്ചിട്ട് നോക്കുമ്പോൾ വണ്ടി അവർക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ എൻ്റെ സ്കൂട്ടിക്കകത്ത് തന്നെ കയറ്റി തറവാടിൻ്റെ അടുത്തേക്ക് പോയി. പണിക്കാർ പണിക്ക് പോകുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഈ ഓട്ടോ കൈ കാട്ടി നിർത്തി വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഓടം തോറും ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയി ഇവരോട് കാര്യം പറഞ്ഞ് അവരന്നേരം അവരെ വണ്ടിക്ക് പേരാവൂർ ഹോസ്പിറ്റലിലേക്ക് പോയി. പരുക്കേറ്റ ഇരുവരെയും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ആറളം ഫാമിൽ വൃദ്ധദമ്പതികൾ മരിച്ചിരുന്നു. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനകളെ വനപാലകർ കാടുകയറ്റുന്നതിനിടെയാണ് വീണ്ടും അക്രമമുണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുതിയ കാലത്ത് തലമുറ വഴിതെറ്റിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് സമൂഹത്തിൽ നടക്കുന്നതെന്നും ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. യൗവനത്തെ ശരിയായ ദിശയിലെത്തിക്കാൻ അവരുടെ ഊർജ്ജത്തെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് ഒരു ഉപാധിയെന്നും സുവനീർ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. 25 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ സോളിയർ കമ്മിറ്റിയുടെ സംഘാടകൻ ആരായിരിക്കും ഈ ഓഡിയൻസിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാ വോളണ്ടിയർ ആയിരിക്കും. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ നിരാശപ്പെടേണ്ട.
വളണ്ടിയറായി പ്രവർത്തിക്കുക. അടുത്ത 25 കൊല്ലം പോലും നിങ്ങളായിരിക്കും ഇതിന്റെ മേൽപ്പത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ 25 കൊല്ലത്തെ ഗ്യാപ്പാണ്. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പെരുമ്പലേട്ടം നടക്കുന്നത്. സുവനീർ പ്രസിദ്ധീകരണമെന്ന അടയാളപ്പെടുത്തലിനൊപ്പം യുവജനങ്ങൾക്ക് കളിസ്ഥലമുണ്ടാക്കുന്നതിൽ മുൻകൈയെടുക്കുകയും ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കുകയും വേണമെന്നും സ്പീക്കർ പറഞ്ഞു. നമ്മുടെ മക്കളെ വിജയത്തോടൊപ്പം പരാജയത്തെയും ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കണം. പെരുങ്കളിയാട്ടം മതനിരപേക്ഷ മനസ്സ് ഉറപ്പിക്കുന്നതാണെന്നും തലമുറ മാറ്റം വഴി ടെക്നോളജിയുടെ സഹായത്തോടെ ഇൻസ്റ്റഗ്രാമും റീൽസും കൈയടക്കുന്ന കാലമാണ് ഇതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാമവില്യം കഴകത്തിൽ ഒരുക്കിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വി ഗോപാലൻ, പി കുമാരൻ, എ.വി. കുഞ്ഞിരാമൻ, കുണ്ടാരന്റെ ഗോവിന്ദൻ, കെ കുഞ്ഞികൃഷ്ണൻ, കെ കുഞ്ഞിരാമൻ എന്നിവർക്ക് സുവനീർ നൽകി സ്പീക്കർ പ്രകാശനം നിർവഹിച്ചു. സുവനീർ കമ്മിറ്റി ചെയർമാൻ ടി.വി. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്രാധിപർ ഡോക്ടർ വി.പി. മുസ്തഫ സുവനീർ പരിചയപ്പെടുത്തി. സുവനീർ കമ്മിറ്റി കൺവീനർ സി. ദാമോദരൻ, ജോയിന്റ് കൺവീനർ എ. ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. സുവനീർ ഒരുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മഞ്ചേശ്വരം എം.എൽ.എ. എ.കെ.എം. അഷറഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 6 ലിഫ്റ്റുകൾ ഉള്ളതിൽ പ്രവർത്തിക്കുന്നത് 1 ലിഫ്റ്റ് മാത്രം. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 6 ലിഫ്റ്റുകളിൽ പ്രവർത്തിക്കുന്നത് 1 ലിഫ്റ്റ് മാത്രം. പണി തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്ത 4 ലിഫ്റ്റുകളും പണി പൂർത്തിയായ 2 ലിഫ്റ്റുകളുമാണ് ഇവിടെയുള്ളത്. ഇതിൽ ഒന്ന് തകരാറായിട്ട് 3 ആഴ്ചയോളമായി. ബാക്കിയുള്ള ഒരു ലിഫ്റ്റാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാരും അടക്കമുള്ളവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻ ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. ലിഫ്റ്റിൽ കയറാൻ ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റുകൾ പുതിയതായി സ്ഥാപിച്ചതാണെങ്കിലും അടിക്കടി ഇത് പണിമുടക്കുന്നത് പതിവാണെന്ന് ആശുപത്രി ജീവനക്കാർ തന്നെ പറയുന്നു. അത്യാഹിത വിഭാഗവും ഓപ്പറേഷൻ റൂം, ലേബർ റൂം എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് പണിമുടക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഗുണനിലവാരം കുറഞ്ഞ നിർമ്മാണ രീതിയാണ് പുതിയ ലിഫ്റ്റ് പെട്ടെന്ന് തകരാറിലാക്കാൻ കാരണമെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ലിഫ്റ്റുകൾ പണിമുടക്കിയിരുന്നു. ഇടിമിന്നൽ കാരണമാണ് ഇത് തകരാറായത് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷവും അടിക്കടി ഉണ്ടാകുന്ന തകരാറുകളും അവ ശരിയാക്കാനെടുക്കുന്ന കാലതാമസവും ദിവസേന ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്ന മെഡിക്കൽ കോളേജിൽ വൻ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്കെതിരെ സംയുക്ത ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു. ഷേണായി സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്കെതിരെ സംയുക്ത ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹനോട്ടം നിർത്തിവെച്ചുകൊണ്ട് പയ്യന്നൂർ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു. ഷേണായി സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത നിലയിലുള്ള കൂലി നിരക്കുകളാണ് ഗവൺമെന്റിന്റെ വിജ്ഞാപനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ വിജ്ഞാപനം വന്ന അവസരത്തിൽ മലയോര മേഖലകളിൽ കുറെ കൂടി വ്യത്യസ്തമായി ചാർജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. UV രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. AP നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിയൻ നേതാക്കളായ VK ബാബുരാജ്, പ്രഭാകരൻ, രാമകൃഷ്ണൻ, PV പത്മനാഭൻ, KV ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ത്രീയാലും പുരുഷനാലും വധിക്കപ്പെടില്ലെന്ന് വരം കിട്ടിയ അസുരനാണ് ക്ഷേത്രവിധ്വംസകൻ. ആ അസുരൻ പരശുരാമനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്ന ഘട്ടത്തിൽ പരമശിവൻ സ്ത്രീയും പുരുഷനുമല്ലാത്ത ദേവിയെ ഭൂമിയിലേക്ക് അയക്കുന്നു. പടക്കെത്തിയ ആ ദേവിയാണ് പടക്കത്തി ഭഗവതി. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങൊരുങ്ങുകയാണ്. തൃക്കരിപ്പൂർ ശ്രീരാമ
സാഹചര്യത്തിൽ 25 വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുകയാണ്. 7 ദിവസങ്ങളിലായി 100-ലധികം തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടിക്കപ്പെടുന്നത്. ഈ എത്രയോ ദൂരത്തു നിന്ന് തെയ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും തെയ്യം കാണുവാനും ഒക്കെ ആഗ്രഹിച്ചെത്തുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഇടമായി തന്നെ ശ്രീരാമവില്യം കഴകത്തെ കണക്കാക്കാം. കാരണം ഏറ്റവും അപൂർവമായ 100-ലധികം തെയ്യക്കോലങ്ങളെയാണ് ഏറ്റവും അടുത്ത് കാണുവാനും അറിയുവാനും ഒക്കെ കഴിയുന്നത്. തെക്കേ തൃക്കരിപ്പൂർ ഗ്രാമത്തിൽ രാമവില്യം റെയിൽവേ ഗേറ്റിന് സമീപമായിട്ടാണ് കഴകത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അസുലഭമായ ഈ ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാമവില്യം കഴകം എന്ന് ഈ കഴകത്തിന് പേര് വന്നതിന് തന്നെ പരശുരാമൻ വില്ല് വച്ച് വിശ്രമിച്ച ഇടം എന്നൊരർത്ഥമുണ്ട്. രാമൻ്റെ വില്ല് വച്ച് വിശ്രമിച്ച ഇടമാണ്. ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം നമുക്കറിയാം ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഉണ്ടാക്കിയ പരശുരാമൻ ആ ദൗത്യത്തിനു ശേഷം തൻ്റെ വില്ല് വച്ച് ഇവിടെ വിശ്രമിച്ചു എന്നും പിന്നീട് പല ക്ഷേത്രങ്ങളിലും പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ ചക്രപാണി പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി അദ്ദേഹം ഒരുക്കങ്ങൾ കൂട്ടുകയും ഇതറിഞ്ഞ ഒരു അസുരൻ പ്രതിഷ്ഠ എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള ഒരു ദൗത്യവുമായി പരശുരാമനോട് ഏറ്റുമുട്ടുകയുണ്ടായി. സ്ത്രീയാലും പുരുഷനാലും മരണം സംഭവിക്കുകയില്ല എന്ന് അനുഗ്രഹം കിട്ടിയ അസുരനോട് പരശുരാമൻ പട നയിച്ച് തോൽക്കുന്ന ഘട്ടത്തിൽ സ്ത്രീയും പുരുഷനുമല്ലാത്ത ഒരു ദേവിയെ ഈ ലോകത്തേക്ക് പരമശിവൻ അയക്കുകയാണ്. അങ്ങനെ ഈ ഒരു അസുരനോട് ഈ ദേവി ഏറ്റുമുട്ടുകയും അസുരനെ വധിച്ച് ഗളച്ഛേദം വരുത്തുകയും ചെയ്തു. അങ്ങനെ പരശുരാമനെ ദേവി രക്ഷിച്ചു. പടക്കെത്തി രക്ഷിച്ച ദേവിയെ പടക്കത്തി ഭഗവതി എന്ന പേര് നാമം നൽകുകയും ഈ വില്ല് വെച്ചെടുത്ത് പരശുരാമൻ്റെ വില്ല് വെച്ചെടുത്ത് ദേവിക്ക് പ്രതിഷ്ഠ ഉണ്ടാക്കുകയും ചെയ്തു. കഴകങ്ങളെ കുറിച്ച് പറയുമ്പോഴും രാമവില്യം കഴകം ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ് എന്നാണ് പറയുന്നത്. ആര്യ ബ്രാഹ്മണരുടെ കഴകങ്ങളെ അനുകരിച്ച് ഈ വളപട്ടണം പുഴയ്ക്ക് വടക്ക് ഭാഗത്തേക്ക് തീയ വംശത്തിലുള്ളവർ ഇത്തരത്തിൽ കഴകങ്ങൾ ഉണ്ടാക്കിയെന്നും ആദ്യകാലത്ത് ഭരണസിരാ കേന്ദ്രങ്ങളായും കോടതികളായും ഒക്കെയാണ് ഈ കഴകങ്ങൾ വർത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. രാമവില്യം കഴകം ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴകം തന്നെയാണ്. 25 വർഷത്തിന് സംവത്സരങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് ഈ പെരുങ്കളിയാട്ടം വിരാമമിടുകയാണ്. 100-ലധികം തെയ്യക്കോലങ്ങളെ കാണുവാനുള്ള ഒരു സൗഭാഗ്യമാണ് ഭക്തർക്ക് കൈവന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. ആശാവർക്കർമാരെ പിരിച്ചുവിടണമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. ശശിധരൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം വർദ്ധിപ്പിച്ച് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി വിതരണം ചെയ്യുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കുക, പെൻഷൻ ആനുകൂല്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പിരിച്ചുവിടൽ ഉത്തരവിറക്കിയ സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ടും പ്രതിഷേധം അറിയിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. ശശിധരൻ മാസ്റ്റർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. 20 ദിവസമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോടുള്ള അനുഭാവം പ്രകടിപ്പിച്ചും പിന്തുണ പ്രഖ്യാപിച്ചുമാണ്. അവരുടെ സമരത്തിന്റെ ന്യായമായ കാര്യം നമ്മൾ ഓർക്കണം. ഒന്നുമല്ല, ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് 233 രൂപയാണ്. നോക്കണം, കേരളത്തിൽ 2024 ഒക്ടോബർ മാസം പാസാക്കിയ മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ 534 രൂപയാണ്. ഒരു മിനിമം വേജസ് പോലും കൊടുക്കുവാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് U. ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. AV തമ്പാൻ, കല്ലറ ബാലകൃഷ്ണൻ, K. രാജു, KV ഗോവിന്ദൻ, K. വിജയൻ, K. ദേവി, ഷീബ മുരളി, K. പ്രഭാകരൻ അടിയോടി, P. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. കയ്യൂരിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത്. സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള ചമ്മതാകീത ഈ പരിവർത്തനത്തിന്റെ പേരിൽ
ബാബുവിന്റെയും ഇതിൽ കണ്ണന്റെയും നാടായ കരുവള്ളൂർ ഉൾപ്പെടുന്ന ചുവന്ന മണ്ണിലൂടെ CPIM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലത്തേക്ക് സഞ്ചരിക്കുന്ന പതാകജാഥയ്ക്ക് അർപ്പിക്കാം ഈ നാടിന്റെ രക്താഭിയെ വരവേൽക്കുക, അഭിവാദ്യമർപ്പിക്കുക. സാമ്രാജ്യത്തിന്റെയും സ്ഥാപനത്തിന്റെയും അടിമത്തങ്ങൾ തൊഴിലാളി വർഗത്തെ കാലഘട്ടത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU പയ്യന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം K. കുഞ്ഞബ്ദുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക, അനധികൃതമായി ഭൂമി തരം മാറ്റുന്നത് തടയുക, നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, നാടിന്റെ കാർഷിക സംസ്കൃതി സംരക്ഷിക്കുക, പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSKTUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം K. കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഇന്ന് വയനാട്, കൊല്ലം ജില്ലകളൊഴികെയുള്ള 12 ജില്ലകളിലും താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ചിലും ധർണയിലും ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും നിങ്ങളോട് ആമുഖമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ആഹാരം അരിയാണ്. P. രമേശൻ, A.V. രവീന്ദ്രൻ, ശ്രീജ K. P. തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അണിയറയിൽ ഭഗവതിമാരുടെ 42 അടി മുടിയും മറ്റു വട്ടമുടികളും ഒരുക്കുന്ന തിരക്കിലാണ് കോലധാരിമാരായ തെക്കുംകര ബാബു കർണമൂർത്തിയും പ്രതീഷ് മണക്കാടനും സഹായികളുമെല്ലാം. 25 സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീരാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ അണിയറയിൽ ഈ തെയ്യക്കോലങ്ങളുടെയൊക്കെ മുടിയൊക്കെ ഒരുക്കുന്നതിൻ്റെ വലിയ തത്രപ്പാടിൽ തന്നെയാണ് ഇവിടുത്തെ കോലാധാരികളും എല്ലാവരും ഉള്ളത്. അംഗക്കുളങ്ങര ഭൗതിയെ പട്ടമുടിയാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കുന്നത്. അതായി കഴിഞ്ഞാൽ നമ്മളെ ഭൗതിയമ്മരെ ഓട കെട്ടിയിട്ട് പൂർത്തിയാവും. ഭഗവതിയമ്മയുടെ തിരുമുടിക്കാണെങ്കിലും ഈ ഭഗവതിമാരുടെ വട്ടമുടിക്കാണെങ്കിലും ഒക്കെ ഇതിന് കൃത്യമായ ഒരു കയ്യും കണക്കൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഉണ്ട്. അത് വല്ല് വെക്കുന്നത് നാവരപ്പാട് വെച്ചിട്ട് അത് കെട്ടുള്ളൂ നമ്മ. അപ്പോൾ അതിന് ഓരോരോ അളവുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ സാധനം വരും, ബള് എന്ന് പറയും. ഇനി മരത്തിൻ്റെ അത് ചേർത്തതിന് ഫിറ്റാക്കി തണ്ട വെച്ചിട്ട് ഫിറ്റാക്കും. അതിന് മിന്നെല്ലാം വെച്ചിട്ടാണ് പൂർത്തിയാക്കൽ. എന്തൊക്കെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിപ്പോൾ ഓടയാണ്. ഇത് പിന്നെ അലിൻ്റെ കഷ്ണമാണ്. അലി ഇത് ഈ കഴുങ്ങിൻ്റെ ആ കഴുങ്ങ് ചെത്തിയിട്ട് നമ്മൾ ആക്കലാണ്. ഇതെല്ലാം പിന്നെ ഇപ്പോഴത്തെ പുതിയ ഇതെല്ലാം ചൂരിൽ വന്നിട്ട് ചൂരിലാണ്. അതെ, വലിയ മുടിക്ക് തന്നെ അത് പിന്നെ 42 അടി മുടിയാണ് അതിൻ്റെ അളവ്. അതാണ്. അപ്പോൾ നമ്മൾ
നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു തെയ്യക്കോലത്തിന് കെട്ടിയ മുടിയുടെ എന്തെങ്കിലുമൊക്കെ മറ്റൊരു ക്ഷേത്രത്തിലെ തെയ്യക്കോലത്തിന് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്? ഇതെടുക്കും. നമ്മ ഇത് ഒരു സ്ഥിരം ഇല്ല മുടിയായത് ഇത് നമ്മൾ എടുക്കും. ഈർത്ത മുടിയേന് പിന്നെ എടുക്കൂല. അതിൻ്റെ കോലെടുത്തിട്ട് നമ്മൾ വേറെ പഴയ മുടിക്ക് നമ്മൾ ചേർക്കും. അത് വേറെ ഉപയോഗിക്കൂല. ഈർത്ത വലിയ മുടിയല്ലേ അത്. ബാക്കിയുള്ള നമ്മൾ സാധാരണ ഇടത്തരം കെട്ടുന്ന മുടിയല്ലേ അതാണ്. മരവള് മഞ്ചേരി അതിൽ പുതുക്കണം. അതിന് ഒരു കൊല്ലേ നിൽക്കൂലും. ഈ കൈ വഴിഞ്ഞിട്ട് കാല് വഴിഞ്ഞിട്ട് അത് പോകുമ്പം അത് നമ്മൾ അത് തുടങ്ങും പുതുക്കാൻ വേണ്ടി. വീട്ടിൽ അല്ല എല്ലാം വീട്ടിൽ അല്ല എല്ലാം വീട്ടിൽ തന്നെ. എല്ലാം നമ്മൾ പഠിച്ച നമ്മളെ അച്ഛനെല്ലാം പഠിപ്പിച്ചെന്നാണ്. അണിയിൽ പുതുക്കുന്ന തകിട് വലിക്കൽ ഇതെല്ലാം പൂർവികന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഒരു ഗുരുകുല തെയ്യം കല പഠിക്കുന്നതും അണിയലങ്ങൾ ഒരുക്കാൻ പഠിക്കുന്നതും എല്ലാം തന്നെയാണ്. അത് നമ്മളെ അച്ഛൻ പണ്ടേ നമ്മളെ പഠിപ്പിച്ചെന്നാണ് ചെറുപ്പത്തിലെ. കാൽ നൂറ്റാണ്ടിനു ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഭഗവതിമാർ മുടിയേറ്റുന്നതും കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനത. കഴകത്തിലെ പ്രധാന ആരാധനാമൂർത്തികളായ പടക്കെത്തിയ ഭഗവതിയും ആര്യക്കര ഭഗവതിയും പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിനമായ മാർച്ച് 12-നാണ് 42 മുടിയേറ്റി പൈതങ്ങൾക്ക് അനുഗ്രഹം പകരുക. വരച്ചുവെക്കൽ ചടങ്ങ് കഴിഞ്ഞതോടെ അണിയറയായ കുച്ചിലിൽ പ്രധാനുഷ്ഠാനം തുടരുന്ന പടക്കത്തി ഭഗവതിയുടെ കോലാധാരി തെക്കുംകര ബാബു കർണമൂർത്തിയും ആര്യക്കര ഭഗവതിയുടെ കോലാധാരി പ്രതീഷ് മണക്കാടനും സഹായികൾക്കൊപ്പം ഭഗവതിമാരുടെ തിരുമുടിയൊരുക്കുന്ന തിരക്കിലാണ്. പ്രധാന ഭഗവതിമാരുടെ തിരുമുടിയുടെ അടിസ്ഥാനമായ ഓട തയ്യാറായി കഴിഞ്ഞു. കളിയാട്ടം ആരംഭിച്ചാൽ മാത്രമേ തിരുമുടിയുടെ മറ്റു പണികൾ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ അണിയറയിൽ മറ്റ് തെയ്യക്കോലങ്ങളുടെ വട്ടമുടിയടക്കമുള്ള പണി പുരോഗമിക്കുകയാണ്. കണ്ടോന്താർ ബാലൻ പെരുവണ്ണൻ, ചെമ്പ്രകാനം ബാലൻ തുടങ്ങിയവരൊക്കെ മുടിയൊരുക്കാൻ കോലാധാരിമാർക്കൊപ്പമുണ്ട്. അണിയറയിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. കോളേജ് ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണ് തകർന്നിരിക്കുന്നത്. പരിയാരത്തെ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിനുള്ളിലെ റോഡ് തകർന്നു. കോളേജ് ആശുപത്രി ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണ് തകർന്നിരിക്കുന്നത്. ടാറിംഗ് ഇളകി ജില്ലിക്കല്ലുകളും കുഴികളും മാത്രമായിരിക്കുന്ന കാഴ്ചയാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഇവരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. റോഡ് റീടാറിംഗ് നടത്തി എത്രയും പെട്ടെന്ന് ഗതാഗതം സുഗമമാക്കണമെന്നാണ് ജീവനക്കാരും വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വായനയ്ക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ലെന്നും അത് അനസ്യൂതം പ്രവഹിക്കുന്ന ഒന്നാണെന്നും പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ. പലിയേരിക്കോവൽ AV സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിക്ക് സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവെള്ളൂർ പലിയേരിക്കോവൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിക്ക് സമാപനമായി. വായനശാല ഹാളിൽ നടന്ന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായന എന്നത് എവിടെയെങ്കിലും വെച്ച് തുടങ്ങുകയോ എവിടെയെങ്കിലും അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CV ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ M ശശിമോഹനൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു മുഖ്യാതിഥിയായി. TV രാമചന്ദ്രൻ വായനായനം പരിപാടിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CV ബാലകൃഷ്ണൻ എഴുതിയ ഏറ്റവും പുതിയ കഥാസമാഹാരമായ താതാത്മ്യം 75ാമത് പുസ്തക ചർച്ചയായി P പ്രേമചന്ദ്രൻ അവതരിപ്പിച്ചു. KP രാജശേഖരൻ, MV കുഞ്ഞമ്പു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് NN പിള്ളയുടെ നാടകം ഗുഡ് നൈറ്റ് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി നഗരസഭയിലെ വിവിധ സ്കൂളുകളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ടാലന്റ് ടെസ്റ്റ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക പദ്ധതി സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി നഗരസഭയിലെ വിവിധ സ്കൂളുകളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ടാലന്റ് ടെസ്റ്റ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ഹാളിൽ നടന്ന അനുമോദന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ അധ്യക്ഷത വഹിച്ചു. A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും പദ്ധതി ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ സതീഷ് കുമാർ MP പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ജയ, T വിശ്വനാഥൻ, VV സജിത, BPC ഉമേഷ് MV, BRC കോർഡിനേറ്റർ ശ്രീജ എന്നിവർ സംസാരിച്ചു. നഗരസഭയ്ക്കകത്തെ വിദ്യാലയങ്ങളിൽ നിന്നായി പരീക്ഷ എഴുതിയ 168 വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച വിജയം നേടിയ 12 പേർക്കാണ് സമ്മാനം വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖമുദ്രയാണ് കിഴക്കേ നടയിലെ മഞ്ജുളാലും ഗരുഡ ശില്പവും. 1969 മഞ്ജുളാലിൽ ഗരുഡന്റെ ശില്പം സിമന്റിൽ നിർമ്മിച്ചത്. കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനായിരുന്നു ശില്പി. ആ ശില്പത്തിന് പകരം ഇനി അവിടെ സ്ഥാനം പിടിക്കുക 5200 കിലോ വെങ്കലം ഉപയോഗിച്ച് ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച ഗരുഡ ശില്പമാണ്. നിലവിലുള്ള ഗരുഡന്റെ അതേ അളവിൽ തന്നെയാണ് വെങ്കല ശില്പവും ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഗരുഡ ശില്പം ഇവിടെ ഉണ്ണിക്കാനായുടെ വീട്ടുമുറ്റത്ത് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ അതായത് വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഗരുഡ ശില്പമാണ് ഇത്. 20 അടി അല്ലെ, ചിറകിൽ നിന്ന് ചിറകിലേക്ക് 20 അടി, 8 അടി ഹൈറ്റ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിക്കാനായോട് തന്നെ ചോദിച്ചറിയാം. ശില്പിയോട് ചോദിച്ചറിഞ്ഞാലല്ലേ അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ അടുത്ത് കാണുമ്പോൾ തന്നെ ഡീറ്റെയിലിംഗ് അതിനെ എടുത്തു പറയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ ഒരു പ്രാരംഭഘട്ടം മുതലുള്ള കാര്യങ്ങളൊക്കെ? ഒരു 3 വർഷം മുന്നെയാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ചെറിയ രൂപം ഉണ്ടാക്കി. അത് ക്ഷേത്ര ഭരണാധികാരികളും തന്ത്രിയൊക്കെ വിലയിരുത്തിയ ശേഷമാണ് വലുത് ചെയ്യാൻ അനുമതി തന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അവർ വളരെ സന്തോഷത്തോടുകൂടി വലിയ ശില്പം എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പ്രമുഖ വ്യവസായി വേണു കുന്നംപള്ളി എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര നിർമ്മാതാവ്, എല്ലാവർക്കും അറിയാം, 2018 അതുപോലെ ഇപ്പം രേഖാചിത്രം സിനിമയുടെയൊക്കെ നിർമ്മാതാവാണ് വേണു കുന്നംപള്ളി സാറാണ് ഇത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. ഇത് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ തറയും ക്ഷേത്ര ശില്പവും ഇതൊക്കെയാണ് അദ്ദേഹം സമർപ്പിക്കുന്ന ഒരു. അതെ, നമ്മളിപ്പോൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് തന്നെ മഞ്ജുളാൽ കാണുക അല്ലെങ്കിൽ ഗരുഡശില്പം കാണുക എന്നുള്ളതൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അത്രയും കാര്യമായി കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ പറഞ്ഞു 20-22 വർഷത്തോളമായി ശില്പകലാ മേഖലയിൽ. അപ്പോൾ ആദ്യം എഴുത്തച്ഛൻ്റെ ശില്പം 2004 തുടങ്ങിയാണ്. അപ്പോൾ അതിനുശേഷം എനിക്കൊന്ന് കേരളത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു ഗരുഡ ശില്പം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ശില്പിയെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യമായി കരുതുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം കളിമണ്ണിൽ ഈ 20 അടി വീതിയിൽ ഒരു ശില്പം ഉണ്ടാക്കി. ആ ശില്പം ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിനെ പ്ലാസ്റ്റർ പരസ്യം മുകളിലെടുത്ത് മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്തു. അതിനുശേഷമാണ് വെങ്കലത്തിലേക്കുന്നത്. 3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ സിമൻറ്റ് ശില്പമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് സിമൻറ്റിലേക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സമയമെടുത്തത്. 5200 കിലോളം തൂക്കം വരും. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെങ്കലത്തിൽ തീർത്ത ഗരുഡ ശില്പമാണിത്. ഈ 2025 എൻ്റെ 2 വലിയ ശില്പങ്ങൾ, ഈ ശിവൻ്റെ ശില്പം തലപ്പം രാജരാജക്ഷേത്രത്തിലും ഗുരുവായൂരത്തെ ഗരുഡ ശില്പവും അനാച്ഛാദനം ചെയ്യാൻ പോവുകയാണ്. സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു വെങ്കല ശില്പത്തിന് എത്ര വർഷത്തെ ഒരു ആയുസാണ് കണക്കാക്കുന്നത്? അപ്പോൾ ഇപ്പം പറയുന്നത് കേട്ടത് ഗുരുവായൂരിൻ്റെ പഴയ ശില്പം ഏകദേശം ഒരു 60-70 വർഷത്തിന് മുന്നേ ചെയ്തതാണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതിപ്പം ഒരു 100 വർഷം കഴിയുമ്പോൾ അത് മാറ്റി സ്ഥാപിച്ചു. അത് മാറ്റി സ്ഥാപിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആ ശില്പം നമ്മൾ ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചെടുത്ത് വേറെ സ്ഥലത്ത്, അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ ശ്രീവത്സത്തിന് മുന്നിൽ സ്ഥാപിച്ചു. അപ്പോൾ ആ ശില്പവും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ അറ്റകുറ്റപ്പണി ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട്. അതും ഒരു പഴയ നമ്മളെ പൂർവികന്മാരെ ശില്പികൾ ചെയ്തൊരു വർക്കാണ്. അതും അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞതും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനിയും ഒത്തിരി വർക്കുകൾ ഇതുപോലെ വരട്ടെ, ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും പറയുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത കേരളം നവകേരളീയം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. YV സുകുമാരൻ മാസ്റ്റർ വിഷയം അവതരിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത കേരളം നവകേരളീയം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. YV സുകുമാരൻ മാസ്റ്റർ വിഷയം അവതരിപ്പിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K ശിവകുമാർ, PM കൃഷ്ണപ്രഭ, VP സുകുമാരൻ, VV ചന്ദ്രശേഖരൻ, A ശ്രീധരൻ മാസ്റ്റർ, KV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കടുകട്ടിയെന്ന് പറയാറുള്ള കണക്കിനെ മഞ്ചാടിയുടെ കൈപിടിച്ച് തങ്ങളുടെ വരുതിയിലാക്കി കുട്ടികൾ. മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ നേരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി വിദ്യാകിരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്താപ്രക്രിയയ്ക്ക് ഊന്നൽ നൽകി കളിച്ചും കൂട്ടുകൂടിയും കണക്ക് പഠിപ്പിക്കുന്ന മഞ്ചാടിയിലൂടെ കുട്ടികൾ സ്വയം ഗണിതാശയങ്ങളിലേക്കെത്തും. പദ്ധതിയിലൂടെ കുട്ടികളെ വെട്ടിലാക്കിയിരുന്ന കണക്ക് അവരുടെ പ്രിയ വിഷയമായി മാറുകയാണ്. മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ നേരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി വിദ്യാകിരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് പടുവളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന സെമിനാർ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു.
പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ സി രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി സുലോചന, പഞ്ചായത്ത് അംഗം വി പ്രദീപ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട്, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ, സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി പ്രകാശൻ, ഡയറ്റ് ഫാക്കൽറ്റി എ ഗിരീഷ് ബാബു, മഞ്ചാടി കോർഡിനേറ്റർ കെ ശിവദാസൻ, കെ ഡിസ്ക് നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം കെ ഷാജി, ഡോക്ടർ അമൃത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലേജു ഉദ്ഘാടനം ചെയ്തു. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലേജു സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുണിയൻ സ്കൂളിന് സമീപത്തായാണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രഭാവതി അധ്യക്ഷയായി. കെ നാരായണൻ, പി കുഞ്ഞികൃഷ്ണൻ, രവീന്ദ്രൻ കല്ലത്ത്, നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ നേതൃത്വം വഹിച്ചിരുന്ന പടന്ന ഓരിയിലെ വി കുഞ്ഞമ്പാടി മാസ്റ്ററുടെ 14ാം ചരമവാർഷികം പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരിയിൽ നടന്നു. ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പടന്ന, ചെറുവത്തൂർ, വലിയപറമ്പ് മേഖലയിലെ തീരദേശ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് നേതാവും കാസർഗോഡ് DCC മുൻ ട്രഷററുമായ ഓരി വി കുഞ്ഞമ്പാടി മാസ്റ്ററുടെ അനുസ്മരണ ഭാഗമായി ഓരിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പടന്ന മണ്ഡലം പ്രസിഡന്റ് കെ സജീവൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, സേവാദൾ സംസ്ഥാന അധ്യക്ഷൻ രമേശൻ കരുവാച്ചേരി, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K കുഞ്ഞമ്പു, AG ഖമറുദ്ദീൻ, വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ K ബാലകൃഷ്ണൻ, M മനോഹരൻ, K അശോകൻ, ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, V നാരായണൻ, KV ജതീന്ദ്രൻ, മാമുനി രവി, K മുത്തലിബ്, CV രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കക്കര ഗവൺമെന്റ് ഗാന്ധി സ്മാരക UP സ്കൂളിൽ വേനൽപ്പച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കക്കര ഗവൺമെന്റ് ഗാന്ധി സ്മാരക UP സ്കൂളിൽ വേനൽപ്പച്ച ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ മുതൽ വീണ്ടും പഠിക്കാനാണ് പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തെയും പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ചു, സാമൂഹിക പ്രതിബദ്ധത സംബന്ധിച്ചു, ജീവിതത്തിൻ്റെ നാനാ മേഖലയെക്കുറിച്ചും ഉൾക്കാഴ്ച ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ആസ്വദിച്ച് കഴിച്ച് സന്തോഷവാന്മാരായി നാളെ തിരികാൻ പോകാൻ സാധിക്കട്ടെ. ചടങ്ങിന് എല്ലാവിധ ആശംസകളും കൂടി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാർഡ് മെമ്പർ P വീണ അധ്യക്ഷത വഹിച്ചു. AEO TV ജ്യോതി ബസു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീനിയർ അസിസ്റ്റന്റ് അനിത PV, SMC ചെയർമാൻ ശ്രീജിത്ത് K, മദർ PTA പ്രസിഡന്റ് കവിത M, സ്റ്റാഫ് സെക്രട്ടറി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ഡാനിഷ് LR ക്യാമ്പ് അവലോകനം നടത്തി. പരിപാടികളുടെ ഭാഗമായി തേൻമൊഴി MV ജനാർദ്ദനൻ മാസ്റ്റർ അവതരണം നടത്തി. പയ്യന്നൂർ BRC വസന്തകുമാരി P വർണ്ണശലഭങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് അവതരിപ്പിച്ചു. കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജൻ അപ്യാൽ ഗണിത വിസ്മയം അവതരണം നടത്തി. ക്യാമ്പ് മാർച്ച് 2-ന് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. K പത്മിനി, ബിന്ദുമോൾ KG, സുരേഷ് ബാബു KV, TM സതീശൻ മാസ്റ്റർ, ജയശ്രീ U, ബിറ്റാസ് തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലൈഫ് സ്കിൽ കോച്ച് ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് മെന്റർ അഷ്റഫ് പെഡേന ക്ലാസ് കൈകാര്യം ചെയ്തു.
ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഏറ്റുകുടുക്ക AUP സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഏറ്റുകുടുക്ക AUP സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെയും ബണ്ണി ട്രൂപ്പിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. ചടങ്ങിൽ പ്രഥമാധ്യാപകൻ CK രമേശൻ മാസ്റ്റർ അധ്യക്ഷനായി. V പ്രീത ടീച്ചർ, രമ്യ അനീഷ്, രമേശൻ മാസ്റ്റർ, അജിതകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നൂർ അമ്പലം പരിസരത്ത് ഭാരത് റൈസ് വിതരണം ചെയ്തു. 10 കിലോ പാക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത്. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നൂർ അമ്പലം പരിസരത്ത് ഭാരത് റൈസ് വിതരണം ചെയ്തു. BJP പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് K ശ്രീനാഥ്, പനക്കീൽ ബാലകൃഷ്ണൻ, നന്ദകുമാർ, ലക്ഷ്മണൻ, അഭിലാഷ്, രമേശൻ P തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്കാളി മഞ്ഞാച്ചേരി അടിയോടി തറവാട് കളിയാട്ട മഹോത്സവം 2025 മാർച്ച് 4, 5 തീയതികളിൽ നടക്കും. രാമന്തളി താവുരിയാട് ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം മാർച്ച് 4 മുതൽ 10 വരെ നടക്കും. മാർച്ച് 2 ഞായറാഴ്ച ലക്ഷദ്വീപം സമർപ്പണമുണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പരിക്കേറ്റ ദമ്പതികൾ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങൊരുങ്ങുന്നു. പെരുങ്കളിയാട്ട മഹോത്സവം സുവനീർ വില്ലകം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രകാശനം ചെയ്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 6 ലിഫ്റ്റുകൾ ഉള്ളതിൽ പ്രവർത്തിക്കുന്നത് 1 ലിഫ്റ്റ് മാത്രം. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്കെതിരെ സംയുക്ത ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു. ഷെണായി സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.